വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. ഇന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. കഴിഞ്ഞ ക്ലാസ്സിലും ഇത് തന്നെയാണ് പഠിച്ചത്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. പക്ഷേ അവിടെ പഠിച്ച അഡ്ജസ്റ്റ്മെൻ്റ് അല്ലാതെ എക്സ്ട്രാ 3 അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് ഓർ അൺഎക്സ്പെയ്ഡ് എക്സ്പെൻസസ്. ഈ 3 അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് അക്രൂഡ് ഇൻകം, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഡിപ്രീസിയേഷൻ. ഈ 3 അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ഇൻ ക്യാഷ്. നമുക്ക് ഇൻകം കിട്ടേണ്ട സമയമായി, അത് നമ്മുടെ ഇൻകമായിട്ട് മാറി, പക്ഷെ അതിൻ്റെ ക്യാഷ് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടാൻ ബാക്കിയുള്ള ഇൻകം അല്ലെങ്കിൽ വരുമാനം, അതിനെയാണ് പറയുന്നത് അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. വരുമാന കുടിശ്ശിക അഥവാ കിട്ടാനുള്ള വരുമാനം എന്ന് പറയാം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് പോലെയാണെന്ന് പറയാം. കൊടുക്കാൻ ബാക്കിയുള്ള എക്സ്പെൻസസ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. അതുപോലെ കിട്ടാൻ ബാക്കിയുള്ള ഇൻകം അല്ലെങ്കിൽ വരുമാനം, അതിനെ നമുക്ക് അക്രൂഡ് ഇൻകം എന്ന് പറയാം. അപ്പോൾ ആ ഇൻകം എന്ന് പറയുന്നത് ഈ വർഷത്തെ ഇൻകമാണ്, പക്ഷെ അതിൻ്റെ പൈസ ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ആ ഒരു ഇൻകം നമ്മൾ ഈ വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ തന്നെ റെക്കോർഡ് ചെയ്തിരിക്കണം. ഇനി അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് 2 തരത്തിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ വരാം. ഫസ്റ്റ്, ഈഫ് ഗിവൺ വിത്തിൻ ദി ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിനുള്ളിലാണ് അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞൊരു ഐറ്റം തന്നതെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് മാത്രമേ കാണിക്കണ്ടൂ, ദാറ്റ് ഈസ് അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. കാരണം അത് നമുക്ക് കിട്ടാൻ ബാക്കിയുള്ളതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാനുള്ള ഇൻകമാണ്. അപ്പോൾ നമുക്ക് കിട്ടാനുള്ളതായതുകൊണ്ട് തന്നെ അത് നമ്മുടെ അസറ്റാണ്. ഇനി ഈഫ് ഗിവൺ ഔട്ട്സൈഡ് ദി ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിന് വെളിയിലാണ് തന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ഇതുവരെ പാസ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അത് 2 സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഫസ്റ്റ്, ആഡഡ് ടു കൺസേൺഡ് ഇൻകം ഇൻ ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എവിടെയാണോ ആ ഇൻകം കാണിക്കുക, ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഇൻകം കാണിക്കുക. അപ്പോൾ ഇൻകം ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുമ്പോൾ അതിനോട് ആഡ് ചെയ്യണം. രണ്ടാമത്, അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കണം. നെക്സ്റ്റ് വരുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് അൺഏൺഡ് ഇൻകം. അപ്പോൾ നെയിം ഓർമ്മ വേണം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓർ അൺഏൺഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം റിസീവ്ഡ് ബട്ട് നോട്ട് ഏൺഡ്. നമുക്ക് വരുമാനത്തിൻ്റെ പൈസ നമുക്ക് കിട്ടി, പക്ഷെ അത് ഇപ്പോഴും നമ്മുടെ വരുമാനമായിട്ട് മാറിയിട്ടില്ല. അടുത്ത കൊല്ലം കിട്ടേണ്ട പൈസയായിരുന്നു, പക്ഷേ ആ പൈസ നമുക്ക് ഇക്കൊല്ലം തന്നെ കിട്ടി, അഡ്വാൻസ് ആയിട്ട് കിട്ടി. അപ്പോൾ അങ്ങനെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ വർഷത്തെ വരുമാനമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പാടില്ല. കാരണം അത് അടുത്ത വർഷത്തെ വരുമാനമാണ്. അടുത്ത വർഷത്തെ വരുമാനം അടുത്ത വർഷം ക്യാഷ് കിട്ടേണ്ടതിന് പകരം അവർ നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമുക്ക് പൈസ തന്നു. അങ്ങനെ തരുന്ന പൈസയാണ് അൺഏൺഡ് ഇൻകം അല്ലെങ്കിൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, മുൻകൂർ ലഭിച്ച വരുമാനം. ഇനി നോക്കാം, ഈഫ് ഗിവൺ വിത്തിൻ ദി ട്രയൽ ബാലൻസ്. ഈ ഒരു ഐറ്റം ട്രയൽ ബാലൻസിനുള്ളിലാണ് തന്നതെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഷോൺ ഓൺ ദി ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കണം. ഇനി ഈഫ് ഗിവൺ ഔട്ട്സൈഡ് ദി ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസിന് വെളിയിലാണ് തന്നതെങ്കിൽ 2 സ്ഥലത്ത് കാണിക്കണം. ഒന്ന്, ഡിഡക്റ്റഡ് ഫ്രം കൺസേൺഡ് ഇൻകം ഇൻ ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ആ ഇൻകത്തിൽ നിന്നും അൺഏൺഡ് ഇൻകം ഡിഡക്റ്റ് ചെയ്യണം. രണ്ടാമതായിട്ട് ഇറ്റ് മസ്റ്റ് ബി ഷോൺ ഓൺ ദി ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ് ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന 3ാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രത്യേക ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും നോക്കാം. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. മൂല്യക്ഷയം അഥവാ സ്ഥിര ആസ്തിയുടെ വിലക്കുറവ് എന്ന് നമുക്ക് പറയാം.
സ്ഥിര ആസ്തിയിൽ ഉണ്ടാകുന്ന വിലക്കുറവിനെയാണ് നമ്മൾ പറയുന്നത് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ മൂല്യക്ഷയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഐറ്റം ഇഫ് ഇറ്റ് ഈസ് ഗിവൺ വിത്തിൻ ദി ട്രയൽ ബാലൻസിനുള്ളിൽ തരികയാണെങ്കിൽ അത് ഒരു സ്ഥലത്ത് മാത്രമേ കാണിക്കണ്ടൂ, ദാറ്റ് ഈസ് ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു ചെലവാണ്, അതുകൊണ്ട് തന്നെ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. നെക്സ്റ്റ്, ഇഫ് ഗിവൺ ഔട്ട്സൈഡ് ദി ട്രയൽ ബാലൻസിന് വെളിയിലാണ് തരുന്നതെങ്കിൽ, രണ്ട് സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഫസ്റ്റ്, ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സെക്കൻഡ്, ഡിഡക്റ്റഡ് ഫ്രം കൺസേൺഡ് അസറ്റ് ഇൻ ദി ബാലൻസ് ഷീറ്റിൽ ആ ഒരു അസറ്റ് കാണിക്കുമ്പോൾ അസറ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. ഇനി ഇതുവരെയായിട്ട് നമ്മൾ പഠിച്ചത് 6 അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. ഫസ്റ്റ് പഠിച്ചത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലും കാണിക്കണം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൺസേൺഡ് എക്സ്പെൻസസിനോട് ആഡ് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിലും കാണിക്കണം. പ്രീപെയ്ഡ് ഓർ അൺഎക്സ്പെയ്ഡ് എക്സ്പെൻസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൺസേൺഡ് എക്സ്പെൻസസിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം, അതുപോലെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും കാണിക്കണം. അക്രൂഡ് ഇൻകം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൺസേൺഡ് ഇൻകത്തോട് ആഡ് ചെയ്യണം, അതുപോലെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും കാണിക്കണം. അൺഏൺഡ് ഓർ അഡ്വാൻസ് ഇൻകം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൺസേൺഡ് ഇൻകത്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം, അതുപോലെ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിലും കാണിക്കണം. നെക്സ്റ്റ് ലാസ്റ്റ് പഠിച്ചതാണ് ഡിപ്രീസിയേഷൻ. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം, അതുപോലെ ബാലൻസ് ഷീറ്റിൽ കൺസേൺഡ് അസറ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. ഇത്രയാണ് നമ്മൾ പഠിച്ച 6 അഡ്ജസ്റ്റ്മെൻറ്റുകൾ. ഇനി നമുക്ക് ഒരു ഇല്ലുസ്ട്രേഷൻ നമുക്ക് നോക്കാം. The following is the trial balance of a trader as on 31st March 2020. ഐറ്റംസ് വായിക്കുന്ന സമയത്ത് തന്നെ ഐറ്റത്തിൻ്റെ സൈഡിൽ ഇത് ഏത് അക്കൗണ്ടിലാണ് വരുന്നത്, ട്രേഡിംഗ് അക്കൗണ്ട് ആണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണോ, ബാലൻസ് ഷീറ്റ് ആണോ എന്നുള്ളത് സൈഡിൽ മാർക്ക് ചെയ്യാം. അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് വായിക്കുമ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് ഏതൊക്കെ ഐറ്റത്തെയാണോ ബാധിക്കുന്നത് അതും മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമുക്ക് തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഐറ്റംസ് വായിക്കാം. സ്റ്റോക്ക് ഓൺ 1st April 2019 എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ്. പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം, ഇതിൻ്റെ അകത്ത് പർച്ചേസ് റിട്ടേൺ ഇല്ല. ഫ്രൈറ്റ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ക്യാഷ് ഇൻ ഹാൻഡ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കണം. സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഓഡിറ്റ് ഫീ ബുക്സ് ഓഫ് അക്കൗണ്ട് ചെക്ക് ചെയ്യാനുള്ള ഫീസാണ് ഓഡിറ്റ് ഫീ, അത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. റെൻറ്റ് റിസീവ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ബാങ്ക് ലോൺ ലാബിലിറ്റിയാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ബാഡ് ഡെറ്റ് നമുക്ക് നഷ്ടമാണ്, കിട്ടാക്കടമാണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. സ്റ്റേഷനറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ നിക്ഷേപം, അത് അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ഫർണിച്ചർ അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ക്യാപിറ്റൽ ലാബിലിറ്റി സൈഡിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ഇൻട്രസ്റ്റ് റിസീവ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഇത്രയാണ് തന്നിരിക്കുന്ന ഐറ്റംസ്. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വായിക്കാം. ഫസ്റ്റ്, സ്റ്റോക്ക് ഓൺ 31st March 2020 ഈസ് ₹8,000. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 8,000 ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് 2 സ്ഥലത്ത് കാണിക്കണം എന്ന് പറഞ്ഞു. എവിടെയൊക്കെ ആയിരുന്നു? യെസ്, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും. നെക്സ്റ്റ്, റെൻറ്റ് അക്രൂഡ് ₹200. റെൻറ്റ് അക്രൂഡ് ആണ്, നമുക്ക് കിട്ടാൻ ബാക്കിയുള്ള ഇൻകാണ്, അത് കിട്ടാൻ ബാക്കിയുണ്ട്. റെൻ്റ് എന്ന് പറയുന്നത് റെൻറ്റ് റിസീവ്ഡ് 4,200 ഉണ്ട്. 4,200 രൂപയാണ് റെൻറ്റ് ഇതുവരെയായിട്ട് ക്യാഷ് കിട്ടിയത്. ഇനി കിട്ടാൻ ബാക്കിയുണ്ട് 200 രൂപ. അപ്പോൾ കിട്ടാൻ ബാക്കിയുള്ള റെൻറ്റ് അക്രൂഡ് എന്ന് പറയുന്നത് 2 സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരക്കുമ്പോൾ റെൻറ്റ് റിസീവ്ഡ് കാണിക്കുന്ന സമയത്ത് അക്രൂഡ് റെൻറ്റ് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ അക്രൂഡ് റെൻറ്റ് എന്ന് പറയുന്നത്
ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കണം. നെക്സ്റ്റ്, ഓഡിറ്റ് ഫീ ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് ₹700 എന്ന് പറയുമ്പോൾ ഓഡിറ്റ് ഫീ ഡ്യൂ ആയി, കൊടുക്കാനായി, പക്ഷെ അത് പൈസ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ വർഷം കൊടുക്കേണ്ട ഓഡിറ്റ് ഫീ ആണ്, അതിൻ്റെ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് ഓഡിറ്റ് ഫീ ആണ്. അത് ഓഡിറ്റ് ഫീ കാണിക്കുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് ആഡ് ചെയ്യണം. അതുപോലെ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിലും കാണിക്കണം. നെക്സ്റ്റ് വരുന്നത് അൺഏൺഡ് ഇൻട്രസ്റ്റ് ₹800. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഐറ്റം തന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് ലാസ്റ്റിൽ 3000. അപ്പോൾ 3000 രൂപയാണ് ഇൻട്രസ്റ്റിനകത്തിൽ ഇതുവരെ ക്യാഷ് കിട്ടിയത്. ആ കിട്ടിയ 3000 രൂപയിൽ 800 രൂപ എന്ന് പറയുന്നത് അടുത്ത വർഷം കിട്ടേണ്ടിയിരുന്ന ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അടുത്ത വർഷം കിട്ടേണ്ടിയിരുന്ന ഇൻട്രസ്റ്റ് എക്സ്ട്രാ നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയതാണ് ഈ വർഷം 800 രൂപ. അപ്പോൾ 3000 രൂപ പൈസ കിട്ടിയത് മുഴുവനും ഈ വർഷം കാണിക്കാൻ വേണ്ടി പാടില്ല. അതിൽ 800 രൂപ അടുത്ത വർഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ 800 രൂപ ഇൻട്രസ്റ്റ് റിസീവ്ഡിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അത് ബാലൻസ് ഷീറ്റ് കാണിക്കുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിലും കാണിക്കണം. നെക്സ്റ്റ് വരുന്ന ആയിട്ടാണ് ഡിപ്രീഷിയേറ്റ് ഫർണിച്ചർ ബൈ 10%. ഫർണിച്ചറിൻ്റെ മുകളിൽ 10% ഡിപ്രീസിയേഷൻ കാണണം. ഫർണിച്ചർ എമൗണ്ട് എന്ന് പറയുന്നത് 20,000 ആണ്. 20,000 10% എന്ന് പറയുമ്പോൾ 20,000 ഇൻറ്റു 10/100 ദാറ്റ് ഈസ് 2,000 റുപ്പിയാണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രത്യേകം ഒരു ഐറ്റമായിട്ട് കാണിക്കുക, ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ 2,000. അതിനുശേഷം ബാലൻസ് ഷീറ്റ് വരയുമ്പോൾ അസറ്റ് സൈഡിൽ ഫർണിച്ചർ കാണിക്കുമ്പോൾ ഫർണിച്ചറിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുക 2,000. എന്നിട്ട് ഔട്ടർ കോളത്തിൽ 18,000 ഫർണിച്ചർ കാണിച്ചാൽ മതി. ഇത്രയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇനി നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 5,000. 5000 രൂപ ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ഓപ്പണിംഗ് സ്റ്റോക്ക് 5,000. നെക്സ്റ്റ് വരുന്നത് പർച്ചേസസ് 60,000. 60,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു. പർച്ചേസ് റിട്ടേൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണിക്കാം ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക പർച്ചേസസ് 60,000. നെക്സ്റ്റ് ഫ്രൈറ്റ് 1,000. ഫ്രൈറ്റുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം ഫ്രൈറ്റ് 1,000. നെക്സ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ് സെയിൽസ്. സെയിൽസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റാണ്. അത് സെയിൽസ് റിട്ടേൺ ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണിക്കാം സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക 90,000. ഓഡിറ്റ് ഫീ, റെൻ്റ് റിസീവ്ഡ്, ബാങ്ക് ലോൺ, ബാഡ് ഡെറ്റ്, സ്റ്റേഷനറി, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫർണിച്ചർ, ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് അതൊന്നും ട്രേഡിംഗ് അക്കൗണ്ടിൽ വരാത്ത ഐറ്റമാണ്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഒരു ഐറ്റം തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓൺ 31st March 2020 ഈസ് ₹8,000. 8,000 രൂപ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും കാണിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് വരയുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ക്ലോസിംഗ് സ്റ്റോക്ക് 8,000. ഇതോടുകൂടി ട്രേഡിംഗ് അക്കൗണ്ടിൽ വരേണ്ട ഐറ്റംസ് കംപ്ലീറ്റ് ആയി. ഇനി ട്രേഡിംഗ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടലായിട്ട് കിട്ടുന്നത് 98,000. ബാലൻസ് വരുന്നത് 32,000. അതിന് നേർക്ക് എഴുതുക ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. ഇനി ഈ ഗ്രോസ് പ്രോഫിറ്റ് ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബ്രോ ഡൗൺ ചെയ്യാം. അത് മുതൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ 32,000. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഫ്രൈറ്റ്, ക്യാഷ്, സെയിൽസ്. ആദ്യം തന്നെ വരുന്ന ഐറ്റം ഓഡിറ്റ് ഫീ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഓഡിറ്റ് ഫീ ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് ₹700. ഓഡിറ്റ് ഫീ കൊടുക്കാനായി, പക്ഷേ അതിൻ്റെ പൈസ കൊടുത്തിട്ടില്ല. ഈ വർഷം കൊടുക്കേണ്ടതാണ്, ഈ വർഷവുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ് ഫീ ആണ്, പക്ഷേ അതിൻ്റെ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഓഡിറ്റ് ഫീ ഇനത്തിൽ ഇതുവരെ പൈസ കൊടുത്തത് 7,000 രൂപയാണ്. ഈ വർഷത്തെ ഓഡിറ്റ് ഫീ ആയിട്ട് പൈസ കൊടുക്കാൻ ബാക്കിയുള്ളത് 700 രൂപയാണ്. ദാറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഓഡിറ്റ് ഫീ എന്ന് പറഞ്ഞ് ഇന്നർ കോളത്തിൽ കാണിക്കുക 7,000. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഓഡിറ്റ് ഫീ 700. അതുകൊണ്ട് ഔട്ടർ കോളത്തിൽ വരുന്നത് 7,700 ആയിരിക്കും. പിന്നെ വരുന്നത് റെൻ്റ് റിസീവ്ഡ് 4,200.
റെൻറ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. പക്ഷേ അതിന് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. റെൻറ്റ് അക്രൂഡ് ₹200. റെൻറ്റ് നമുക്ക് ഇനിയും കിട്ടാൻ ബാക്കിയുണ്ട് 200 രൂപ. അപ്പോൾ ഇതുവരെ റെൻറ്റ് ഇനത്തിൽ നമുക്ക് കിട്ടിയത് 4200 രൂപയാണ്. ഇനിയും കിട്ടാൻ ബാക്കിയുണ്ട് 200 രൂപ. അതുകൊണ്ട് തന്നെ റെൻറ്റ് റിസീവ്ഡ് കാണിക്കുമ്പോൾ ഇന്നർ കോളത്തിൽ കാണിക്കുക റെൻറ്റ് റിസീവ്ഡ് 4200, ആഡ് അക്രൂഡ് റെൻറ്റ് 200. ടോട്ടൽ ഔട്ടർ കോളത്തിൽ കാണിക്കുക 4400. നെക്സ്റ്റ് വരുന്നത് ബാങ്ക് ലോൺ ബാഡ് ഡെറ്റ്. ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ബാഡ് ഡെറ്റ് 500. നെക്സ്റ്റ് സ്റ്റേഷനറിയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക സ്റ്റേഷനറി 1500. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫർണിച്ചർ, ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻകം ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അൺഏൺഡ് ഇൻട്രസ്റ്റ് 800. ഇപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഇനത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാഷ് 3000 രൂപയാണ്. ആ 3000 രൂപയിൽ 800 രൂപ എന്ന് പറയുന്നത് ഈ വർഷമായിട്ട് ബന്ധപ്പെട്ടതല്ല, അടുത്ത വർഷം കിട്ടേണ്ട ഇൻട്രസ്റ്റ് ആണ്. അത് അഡ്വാൻസ് ആയിട്ട് ആരോ തന്നതാണ്. അങ്ങനെ അഡ്വാൻസ് ആയിട്ട് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ അൺഏൺഡ് ഇൻട്രസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ അൺഏൺഡ് ഇൻട്രസ്റ്റ് ആയിട്ട് 800 റുപ്പീസാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇന്നർ കോളത്തിൽ കാണിക്കുക 3000 ലെസ് അൺഏൺഡ് ഇൻട്രസ്റ്റ് 800. ഔട്ടർ കോളത്തിൽ കാണിക്കുക 2200. ഇനി തന്നിരിക്കുന്ന ഐറ്റംസ് കംപ്ലീറ്റ് ആയി. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുകൂടി ഒന്ന് ഓടിച്ചു നോക്കാം. ലാസ്റ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത് ഡിപ്രീഷിയേറ്റ് ഫർണിച്ചർ ബൈ 10%. ഫർണിച്ചറിൻ്റെ മുകളിൽ 10% ഡിപ്രീസിയേഷൻ കാണണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണ്ട. ഇപ്പോൾ ഫർണിച്ചറിൻ്റെ വില എന്ന് പറയുന്നത് 20,000 ആണ്. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 2000 റുപ്പിയാണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ 2000. ഇതോടുകൂടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഐറ്റംസ് കംപ്ലീറ്റ് ആയി. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടലായിട്ട് കിട്ടുന്നത് 38,600. ബാലൻസ് വരുന്നത് 26,900 റുപ്പി. ഇതിന് നേർക്ക് എഴുതുക നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതോടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. അപ്പോൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഫ്രൈറ്റ്. ഫസ്റ്റ് വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് 35,200. അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം ക്യാഷ് ഇൻ ഹാൻഡ് 35,200. നെക്സ്റ്റ് സെയിൽസ്, ഓഡിറ്റ് ഫീ, റെൻറ്റ് റിസീവ്ഡ്, ബാങ്ക് ലോൺ. ബാങ്ക് ലോൺ എന്ന് പറയുന്നത് ലാബിലിറ്റിയാണ്. അത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കുക ബാങ്ക് ലോൺ 40,000. നെക്സ്റ്റ് ബാഡ് ഡെറ്റ്, സ്റ്റേഷനറി, ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ നിക്ഷേപമാണ്. നിക്ഷേപം എന്ന് പറയുമ്പോൾ നമ്മുടെ അസറ്റാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുക ഇൻവെസ്റ്റ്മെൻറ്റ് 27,000. നെക്സ്റ്റ് ഫർണിച്ചർ. ഫർണിച്ചർ എന്ന് പറയുന്നത് നമ്മുടെ അസറ്റാണ്. ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. 10% ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഇന്നർ കോളത്തിൽ കാണിക്കുക ഫർണിച്ചർ 20,000 ലെസ് ഡിപ്രീസിയേഷൻ 2,000. ഔട്ടർ കോളത്തിൽ കാണിക്കുക 18,000. നെക്സ്റ്റ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കേണ്ട ഐറ്റാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കുക ഇന്നർ കോളത്തിൽ കാണിക്കുക ക്യാപിറ്റൽ 20,000. അതിനോട് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ഡ്രോയിങ്സ് ഇവിടെ ഇല്ല, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത് 26,900 റുപ്പീസാണ്. ഈ 26,900 റുപ്പീസ് ക്യാപിറ്റലിനോട് ആഡ് ചെയ്യണം. ഇപ്പോൾ കാണിക്കുക ആഡ് നെറ്റ് പ്രോഫിറ്റ് 26,900. ടോട്ടലായിട്ട് കിട്ടുന്നത് 46,900. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വരാം. ഫസ്റ്റ് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് 8,000 ആണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുക ക്ലോസിംഗ് സ്റ്റോക്ക് 8,000. നെക്സ്റ്റ് വരുന്നത് റെൻറ്റ് അക്രൂഡ്.
ഇപ്പോൾ റെൻ്റ് അക്രൂഡ് എന്ന് പറയുന്നത് അതൊരു അസറ്റാണ്, നമുക്ക് കിട്ടാൻ ബാക്കിയുള്ള ഇൻകമാണ്. അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. റെൻ്റ് അക്രൂഡ് 200. നെക്സ്റ്റ്, ഓഡിറ്റ് ഫീ ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. നമുക്ക് കൊടുക്കേണ്ട സമയമായി, പക്ഷേ നമ്മൾ കൊടുത്തിട്ടില്ല, കൊടുക്കാൻ ബാക്കിയുള്ള ചിലവാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ലാബിലിറ്റിയാണ്. ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കുക ഓഡിറ്റ് ഫീ ഔട്ട്സ്റ്റാൻഡിങ് 700. നെക്സ്റ്റ്, അൺഏൺഡ് ഇൻട്രസ്റ്റ് 800. അൺഏൺഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പൈസ കിട്ടി, പക്ഷേ ഇൻട്രസ്റ്റ് കിട്ടേണ്ട സമയമായിട്ടില്ല. അപ്പോൾ അടുത്ത വർഷത്തെ ഇൻട്രസ്റ്റിൻ്റെ പൈസ അഡ്വാൻസ് ആയിട്ട് നമുക്ക് കിട്ടിയതാണ്, എക്സ്ട്രാ കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ലാബിലിറ്റി ആയിരിക്കും. ബാലൻസ് ഷീറ്റ് വരയുമ്പോൾ ലാബിലിറ്റി സൈഡിൽ കാണിക്കുക അൺഏൺഡ് ഇൻട്രസ്റ്റ് 800. നെക്സ്റ്റ്, ഡിപ്രീസിയേഷൻ ഫർണിച്ചറിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അത് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരൈറ്റം കൂടിയുള്ളൂ, ഇൻട്രസ്റ്റ് റിസീവ്ഡ്. അത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റമാണ്, ബാലൻസ് ഷീറ്റിനെ ബാധിക്കുന്നില്ല. ഇതോടുകൂടി ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ആയി. ഇനി ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ 88,400 രണ്ട് സൈഡിലും കിട്ടും. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു അസൈൻമെൻറ്റ് തന്നിരുന്നു. ആ അസൈൻമെൻറ്റിന് പ്രകാരം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടത്. അതിൻ്റെ ആൻസറാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ആൻസറും കഴിഞ്ഞ തവണ നിങ്ങൾ ചെയ്ത ആൻസറുമായിട്ട് കമ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.